ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാരുണ്ട്. അതിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും കിട്ടാതെ പോയ ഒരു കാര്യമാണ് ഈമാൻ. ആ ഈമാൻ നമുക്ക് നഷ്ടപ്പെടാതിരിക്കണം. നമുക്ക് എങ്ങനെയാ ഈമാൻ കിട്ടിയത്? നമ്മുടെ ചുറ്റുവട്ടത്ത് ഈമാനില്ലാത്ത എത്ര ലക്ഷം മനുഷ്യന്മാരുണ്ട്. നിങ്ങളൊന്ന് അങ്ങാടിയിൽ ചെന്ന് നോക്കൂ, റെയിൽവേ സ്റ്റേഷനിൽ എത്തട്ടെ, എയർപോർട്ടിൽ നോക്കട്ടെ, എവിടെ എത്തിയാലും ഈമാനില്ലാത്ത മനുഷ്യന്മാർ മഹാഭൂരിപക്ഷം നമ്മളെ ചുറ്റുവട്ടത്ത് ഇടതും വലതും മുന്നിലും ബേക്കിലൊക്കെ ആയിട്ടില്ലേ? ഉണ്ട്. പിന്നെ എങ്ങനെയാ നമുക്ക് ഈമാൻ കിട്ടിയത്? നമ്മൾ ഉമ്മാന്റെ വയറ്റിലുള്ള കാലത്ത് വല്ല അപേക്ഷാ ഫോമും ഫില്ല് ചെയ്ത് കൊടുത്തതാണോ? അല്ല അവിടുന്ന് ദ്വാരന്നിട്ട് വാങ്ങിയതാണോ? വല്ല റിക്വസ്റ്റും നടത്തിയതാണോ? ഒന്നുമല്ല. അല്ലാഹ് തന്നത് വേറൊന്നുമല്ല. അള്ളാഹുവിന്റെ നിഅമത്തായിട്ട് നമുക്ക് തന്നത് വേറൊന്നുമല്ല. ആ നിഅമത്ത് ഊരിയെടുക്കാൻ അള്ളാഹ്ക്ക് വലിയ പണിയൊന്നുമില്ല. അതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം എൻ്റെ ഈമാൻ അള്ളാഹു ഊരിക്കളയുമോ എന്ന പേടി നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ വേണം. മുസ്ലിമീങ്ങൾ നമ്മൾ മലർന്ന് കിടന്ന് കഫംപുടന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ച് നിസ്കരിച്ചു പോകരുത്. അല്ലാഹ് ഇയാൾ മരിച്ചല്ലോ അല്ലെ, മയ്യത്തിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് തടിച്ചുകൂടി മുസ്ലിമാണ് എന്ന് തെറ്റിദ്ധരിച്ച് നിസ്കരിക്കേണ്ട ഒരു ഗതികേട് വരാൻ പാടില്ല. ബഗ്ദാദിലെ ഒരു പണ്ഡിതൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടപ്പോ തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി മാത്രം 1700 പേര് മരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മയ്യത്തിസ്കാരം അവരവരുടെ നാടുകളിൽ നടന്നിട്ടുണ്ട്. മുസ്ലിം പള്ളിക്കാട്ടിൽ കബറടക്കപ്പെട്ടിട്ടുണ്ട്. ആകെ 2 പേര് മാത്രമേ മുസ്ലിമായിട്ട് മരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഒറ്റ തന്നെ ഈമാൻ ഉണ്ടായിട്ടില്ല. ആലോചിച്ചു നോക്കൂ. ലഹരിയുടെ ഉപയോഗം ഈമാൻ തെറ്റാനുള്ള ഒരു കാരണമായി ദഖീറത്തുൽ മആദ് എന്ന കിതാബിലുണ്ട്. ഈമാൻ അങ്ങ് നഷ്ടപ്പെടുന്ന ഒരു തെറ്റായി ഉദാഹരണം പറയുന്നത് ഷുർബുൽ ഖംർ, ലഹരിയുടെ ഉപയോഗം. ഈമാൻ തെറ്റുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറിയിരിക്കണം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ലഹരി എന്ന് പറയുന്ന സാധനം. അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും